നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച വൈകുന്നേരം 3:30 ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും വഴിക്കടവ് പൂവത്തിപ്പൊയിൽ പ്രദേശത്ത് വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ 8ഓളം വീടുകൾക്കും ഒരു കോഴി ഫാമും ഭാഗികമായും ചിലത് പൂർണ്ണമായും തകർന്നു. കാറ്റിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും ക്ലീൻ ഹോപ്സ് വേസ്റ്റ് മാനേജ്മെന്റും സംയുക്തമായി നടത്തിയ നാടുകാണി ചുരം പാത മാസ് ക്ലീനിങ്ങിൽ പങ്കെടുത്തത് 1000-ലധികം പേർ. മാസ് ക്ലീനിംഗ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആര്യടൻ ഷോക്കത്തിന്റെ തേരോട്ടം. ചരിത്ര ഭൂരിപക്ഷമായ 54,851 വോട്ടുകൾക്കാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം UDF നിലനിർത്തിയത്. ജന്മദിനത്തിൽ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൽ ഒന്നാമനായ ചരിത്ര വിജയത്തിളക്കത്തിൽ ആര്യടൻ ഷോക്കത്ത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 54,851 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആര്യടൻ ഷോക്കത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത്. മലപ്പുറം മണ്ഡലത്തിലെ വമ്പൻ വിജയത്തിലൂടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷവും സ്വന്തം പേരിലെഴുതി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 85,327 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം ചരിത്രം കുറിച്ചത്. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച വൈകുന്നേരം 3:30 ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും വഴിക്കടവ് പൂവത്തിപ്പൊയിൽ പ്രദേശത്ത് വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ 8ഓളം വീടുകൾക്കും ഒരു കോഴി ഫാമിനും ഭാഗികമായും ചിലത് പൂർണ്ണമായും തകർന്നു. കാറ്റിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചു. പൂവത്തിപ്പൊയിലെ വടക്കുംപാടം സുനീറിന്റെ കോഴി ഫാമിന് മുകളിൽ മരം കടപുഴകി വീണു. 2000 കോഴികളുണ്ടായിരുന്ന ഫാമിൽ 1000ഓളം കോഴികൾ ചത്തു. തട്ടാമ്പറമ്പിൽ ശിവദാസൻ, നെല്ലാടുതൊടിക മുജീബ് റഹ്മാൻ, പുളിക്കേലകത്ത് സുനീർ, രാമത്ത് പറമ്പിൽ മുണ്ടൻ, കുറ്റിപ്പുളിയൻ ഭക്തൻ, കപ്പൂരൻ അൻവർ എന്നിവരുടെ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണും കാറ്റിൽ മേൽക്കൂരയിലെ ഷീറ്റുകൾ തകർന്നു വീണും നാശനഷ്ടമുണ്ടായി. പ്രദേശത്തെ 10ഓളം വൈദ്യുതി തൂണുകൾ തകർന്നിട്ടുണ്ട്. വാഴ, തെങ്ങ്, കമുക് കൃഷികളും കാറ്റിൽ നശിച്ചിട്ടുണ്ട്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും ക്ലീൻ ഹോപ്സ് വേസ്റ്റ് മാനേജ്മെന്റും സംയുക്തമായി നടത്തിയ നാടുകാണി ചുരം പാത മാസ് ക്ലീനിങ്ങിൽ പങ്കെടുത്തത് 1000-ലധികം പേർ. മാസ് ക്ലീനിംഗ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന, കുടുംബശ്രീ, ട്രോമ കെയർ, വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥി വോളണ്ടിയർമാർ, പരിസ്ഥിതി പ്രവർത്തകർ, എക്സ് സർവീസ് സംഘടനകൾ, അംഗനവാടി ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ലീൻ ഹോപ്സിന്റെ സന്നദ്ധ പ്രവർത്തകർ ക്ലീനിങ്ങിനായി സ്ഥലത്തെത്തി. ചുരം തുടങ്ങുന്ന ആനമറി മുതൽ തമിഴ്നാട് അതിർത്തി വരെയുള്ള 11 കിലോമീറ്റർ ദൂരമാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. 40 അംഗങ്ങൾ അടങ്ങിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ക്ലീനിംഗ് സജ്ജീകരിച്ചത്. ശേഖരിച്ച പ്ലാസ്റ്റിക് അടങ്ങുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരണത്തിനായി വാഹനത്തിൽ കൊണ്ടുപോയി. യാത്രക്കാർ ഉൾപ്പെടെ ഉപേക്ഷിക്കുന്ന ജൈവ മാലിന്യങ്ങൾ കൊണ്ട് ചുരം പാത മലിനമായതിനെ തുടർന്നാണ് മാസ് ക്ലീനിംഗ് സംഘടിപ്പിച്ചത്. ഇവിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രദേശമായ നാടുകാണി ചുരം, വഴിക്കടവ് മുതൽ വഴിക്കടവ് ആനമല മുതൽ അങ്ങോട്ട് നമ്മുടെ അതിർത്തി വരെ നമ്മൾ ഇന്ന് മാസ് ക്ലീനിംഗ് സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് വളണ്ടിയർമാർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷകരമായ നിമിഷമാണിന്ന്. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ നാടുകാണി ചുരം വഴി കടന്നു പോകുമ്പോൾ അവരവരുടെ കഴിക്കുന്ന ഭക്ഷണങ്ങളും വേസ്റ്റുകളും ഒക്കെ ആ ഒരു നല്ല പരിസരത്ത് നിക്ഷേപിക്കുകയും അവരെന്ത് ചെയ്യുന്നു, അതെല്ലാം അവിടെ ഇട്ട് മൃഗങ്ങൾക്കും പരിസരത്തിനൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിവിടെ നിക്ഷേപിച്ച് പോവുകയാണ്. ഇത് വലിയൊരു പ്രയാസമാണ് നമുക്ക്. ഇതിന്റെ ഭാഗമായി നമ്മളൊന്ന് പോയി നോക്കുമ്പോൾ വളരെ മലീമസമായിട്ട് അതുപോലെ യാത്രക്കാർ പമ്പേഴ്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ അവിടെ നിക്ഷേപിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്തണം. തീർച്ചയായിട്ടും നമ്മൾ ഫൈൻ ഈടാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തിനെതിരെ നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മാലിന്യ നിക്ഷേപം കാടിന്റെ സ്വാഭാവികതയ്ക്കും പരിസ്ഥിതിക്കും വന്യജീവികൾക്കും ഏറെ ഭീഷണിയായിട്ടുണ്ട്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉഷ വേലു, ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർ സാദിഖ് അലി എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആര്യടൻ ഷോക്കത്തിന്റെ തേരോട്ടം.
ചരിത്ര ഭൂരിപക്ഷമായ 54,851 വോട്ടുകൾക്കാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം UDF നിലനിർത്തിയത്. അന്തിമ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ചരിത്ര വിജയം. ഒന്ന്, പിണറായി വിജയൻ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ വലിയ പ്രതിഷേധം. രണ്ട്, ഈ കഴിഞ്ഞ എനിക്ക് ലഭിച്ച 8 മാസം നിലമ്പൂരിന് വേണ്ടി പരമാവധി ഞാൻ ഉപയോഗിച്ചു എന്ന് ജനങ്ങളുടെ ഒരു ബോധ്യപ്പെടൽ. അതുകൊണ്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായും 8 മാസം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ 200 ദിവസം കൊണ്ട് 200 കോടി രൂപയുടെ വികസന പദ്ധതികൾ പുതുതായി കൊണ്ടുവന്നുവെങ്കിൽ കൂടുതൽ സമയം നൽകണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. മാത്രമല്ല, ഗവൺമെന്റിനെതിരെ ഉള്ള വലിയ വിധിയെഴുത്ത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇത് UDFന്റെ മാത്രം വോട്ടല്ല, LDFന്റെ ആളുകൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം. ഞാൻ ഒരിക്കലും ഇത് വാസ്തവത്തിൽ സ്വപ്നതുല്യമായ ഭൂരിപക്ഷം തന്നെയാണ്. ഞാനൊരു പരമാവധി ഞാൻ നിങ്ങളോടൊക്കെ 15,000 എന്നൊക്കെ പറഞ്ഞുവെങ്കിലും എൻ്റെ മനസ്സിലൊരു 25,000 വരെയൊക്കെ ലഭിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്തായാലും ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക, അത് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ രേഖപ്പെടുത്തുക എന്നതായിരിക്കും ഇനി അടുത്ത 5 വർഷത്തെ എൻ്റെ പ്രധാനമായ ഉദ്യമം. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി 54,851 വോട്ടുകളുടെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം നിലമ്പൂർ മണ്ഡലം നിലനിർത്തിയത്. ജന്മദിനത്തിൽ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൽ ഒന്നാമനായ ചരിത്ര വിജയത്തിളക്കത്തിൽ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 54,851 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത്. ഷൗക്കത്തിന്റെ 62ാം ജന്മദിനമായിരുന്നു ചരിത്ര വിജയം. ആകെ പോൾ ചെയ്ത 1,89,595 വോട്ടുകളിൽ 1,13,586 വോട്ടുകളുമായി 59.91% നേടിയാണ് ഷൗക്കത്തിന്റെ വിജയം. LDF സ്ഥാനാർത്ഥി മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കൂടിയായിരുന്ന U ഷറഫ് അലിക്ക് 58,735 വോട്ടുമായി 30.98% നേടാനേ കഴിഞ്ഞുള്ളൂ. NDAക്ക് വേണ്ടി മത്സരിച്ച BDJ സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ടിന് 12,660 വോട്ടുമായി 6.68% ലഭിച്ചു. 2025 ജൂണിൽ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ 11,077 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുത്തിയിരുന്നത്. അന്ന് 77,737 വോട്ടുമായി 44.17% ഷൗക്കത്ത് നേടിയിരുന്നത്. ഭൂരിപക്ഷത്തിൽ 44,774 വോട്ടിന്റെ വർധനമാണ് ഇത്തവണ ഉണ്ടായത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ റെക്കോർഡും ഇത്തവണ ഷൗക്കത്ത് മറികടന്നു. 2001 P. അൻവർ മാസ്റ്റർക്കെതിരെ ആര്യാടൻ മുഹമ്മദ് നേടിയ 21,620 വോട്ടായിരുന്നു ഇതുവരെ നിലമ്പൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷം. അന്ന് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം നൽകിയിരുന്ന ചാലിയാർ, കാളികാവ്, ചോക്കാട് പഞ്ചായത്തുകൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആയിരുന്നു തുണയായത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 തെരഞ്ഞെടുപ്പ് മുതൽ ചാലിയാർ, ഏറനാട് മണ്ഡലത്തിലേക്കും കാളികാവും ചോക്കാടും വണ്ടൂർ മണ്ഡലത്തിലേക്കും മാറി. ശക്തി കേന്ദ്രങ്ങളായ 3 പഞ്ചായത്തുകൾ മാറിയിട്ടും ചരിത്ര ഭൂരിപക്ഷം നേടാനായതാണ് ഇത്തവണത്തെ പ്രത്യേകത.
200 പ്രവൃത്തി ദിനം കൊണ്ട് 200 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്ക് ഷൗക്കത്ത് തുടക്കമിട്ടിരുന്നു. 15 വർഷം മുന്നിൽ കണ്ട സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ആരംഭിച്ചതും പാവപ്പെട്ടവരെ സഹായിക്കാനായി MLA ആർദ്രം പദ്ധതി തുടങ്ങിയതും ഭൂരിപക്ഷം ഉയർത്താൻ സഹായകമായി. ജന്മദിനത്തിലെ ചരിത്ര വിജയ സന്തോഷം ആര്യടൻ ഹൌസിൽ കേക്ക് മുറിച്ച് കുടുംബത്തോടൊപ്പം പ്രവർത്തകരോടുമൊപ്പം പങ്കുവച്ചു. മക്കൾ ഒരുക്കിയ കേക്ക് മാതാവ് മറിയുമയ്ക്കൊപ്പമാണ് ഷൗക്കത്ത് മുറിച്ചത്. മലപ്പുറം മണ്ഡലത്തിലെ വമ്പൻ വിജയത്തിലൂടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷവും സ്വന്തം പേരിൽ എഴുതി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 85,327 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം ചരിത്രം കുറിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിലെ വിജയത്തിലൂടെ KK ശൈലജ കൈവശം വച്ചിരുന്ന 60,963 വോട്ടുകളുടെ റെക്കോർഡാണ് കുഞ്ഞാലിക്കുട്ടിക്ക് മുന്നിൽ വഴിമാറിയത്. 1,31,166 വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥിയായ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നേടിയത്. LDF സ്ഥാനാർത്ഥി 46,092 വോട്ടുകളിലേക്ക് ഒതുങ്ങി. NDA സ്ഥാനാർത്ഥി അശ്വന്ത് ഗുപ്തകുമാർ 9,043 വോട്ടുകൾ മാത്രമാണ് നേടിയത്. 67.35% വോട്ടുകളും കുഞ്ഞാലിക്കുട്ടിയുടെ പേരിലാണ് പതിഞ്ഞത്. ഇതും ഒരു സർവകാല റെക്കോർഡായി ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും. മലപ്പുറം ജില്ലയിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ തന്റെ മുൻപത്തെ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിച്ചുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വിജയം രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് UDFന്റെ വൻ മുന്നേറ്റത്തിന് കരുത്ത് പകരുന്നതായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഈ തിളക്കമാർന്ന വിജയം. ജില്ലയിൽ ആകെയുള്ള 16 സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികളാണ് വിജയക്കൊടി പാറിച്ചത്. ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. വർഗീയ പ്രചരണങ്ങൾ നടക്കുന്ന കാലത്ത് തവനൂരിലെ വിജയം മുസ്ലിം ലീഗിന്റെ മതേതര തൊപ്പിയിലെ പൊൻതൂവലാണ്. കോൺഗ്രസും ലീഗും ഒക്കെ കൂടിയാലോചിച്ച തീരുമാനങ്ങൾ എടുക്കും. ഓരോ കുഴപ്പവും ഉണ്ടാകില്ല. ശുഭമുഹൂർത്തമാണ്. എന്നും ചരിത്രമുണ്ടാക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് UDFന്റെ ടീം വർക്കിന്റെ വിജയമാണെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കാത്തിരുന്ന വിജയമാണ്. 100ഓളം സീറ്റുകൾ നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി പദവും 5ാം മന്ത്രി സ്ഥാനവും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. വൻ വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ നിയോജക മണ്ഡലത്തിൽ KT ജലീലിനെ അട്ടിമറിച്ച കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് VS ജോയ് 14,647 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജോയിയുടെ ജയം. ലീഗിൽ നിന്ന് വിട്ട PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇടത പിന്തുണയോടെ കുറ്റിപ്പുറത്തും പിന്നീട് തവനൂരിൽ ഹാട്രിക് വിജയം നേടിയ ജലീലിന്റെ ആദ്യ പരാജയമാണ് ഇത്. VS ജോയ് 79,661 വോട്ടുകളും രണ്ടാം സ്ഥാനത്തെത്തിയ KT ജലീൽ 65,014 വോട്ടുകളും BJPയുടെ രവി തേലത്ത് 16,039 വോട്ടുകളും നേടി. മലപ്പുറം ജില്ലയിൽ കനത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് തവനൂർ. 4ാം തവണയും മത്സരത്തിനിറങ്ങിയ KT ജലീലിനെതിരെ DCC പ്രസിഡന്റ് VS ജോയ് എത്തിയതോടെ ആകാംക്ഷ ഉയർന്നു. ഇടത് സ്വതന്ത്രനായി KT ജലീൽ 3 വട്ടം തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ് തവനൂർ. എന്നാൽ 2021 ശക്തമായ പോരാട്ടം തവനൂരിൽ ജലീൽ നേരിടേണ്ടി വന്നു. അന്ന് KT ജലീൽ 2,185 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് വിജയിച്ചത്. സാമൂഹ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നു 2021 ജലീലിന്റെ പ്രധാന എതിരാളി. അന്ന് KT ജലീൽ 69,358 വോട്ടുകളും ഫിറോസ് കുന്നുംപറമ്പിൽ 67,794 വോട്ടുകളും നേടി. തവനൂരിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നേടാൻ UDFന് ആയിരുന്നു. മണ്ഡലത്തിലെ പഞ്ചായത്തുകളെല്ലാം നിലവിൽ UDF ഭരണത്തിന് കീഴിലാണ്. NDAക്ക് കാര്യമായ വോട്ട് സ്വാധീനം ഇതുവരെ തവനൂരിൽ ഇല്ലെന്നതും വസ്തുതയാണ്. കഴിഞ്ഞ വട്ടം BDJSന് നൽകിയ സീറ്റ് ഇത്തവണ BJP തിരിച്ചെടുത്താണ് തവനൂരിൽ മത്സരിച്ചത്. ഭരണവിരുദ്ധ വികാരവും KT ജലീലിനെതിരായ വിമർശനങ്ങളും തുണയ്ക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു VS ജോയ്. അതേസമയം ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വ്യക്തിബന്ധങ്ങളുമായിരുന്നു ജലീലിന് പ്രതീക്ഷ നൽകിയിരുന്നത്. രാജവെമ്പാലയെ പിടികൂടി. മമ്പാട വെള്ളയംകുന്ന മുണ്ടേത്തോട് ബാപ്പുവിന്റെ വീട്ടിലെ മരത്തിലാണ് രാജവെമ്പാലയെ കണ്ടത്. മരത്തിൽ കയറി നിലയുറപ്പിച്ച രാജവെമ്പാലയെ കണ്ട വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക് റെസ്ക്യൂവറായ ഷഹബാൻ മമ്പാട്, എടക്കോട് സ്റ്റേഷൻ BFO ഫവാദ്, സുരേഷ്, ഷറഫുദ്ദീൻ, സിയാദ്, വബിൻ എന്നിവർ സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.